all, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, റവ കേസരി. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം മതി. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റവ കേസരി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് റവയാണ്. റവ എടുക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല ക്വാളിറ്റി ഉള്ള റവ എടുക്കാൻ ശ്രദ്ധിക്കുക. റവയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ കേസരിയുടെ ടേസ്റ്റ് വ്യത്യാസം വരും. റവ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 1 ഗ്ലാസ് റവയാണ്. ഈ അളവിലുള്ള ഗ്ലാസ്സിന് 1 ഗ്ലാസ്. നിങ്ങളിപ്പോൾ ഏത് അളവിലുള്ള ഗ്ലാസ് എടുത്താലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ റവ എടുത്ത ഗ്ലാസ്സിൽ തന്നെ വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്ര അളവ് റവ എടുത്തോ അതിൻ്റെ പകുതി വേണം നെയ്യ് എടുക്കാൻ. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് റവയിൽ എടുത്തത്, അപ്പോൾ 1/2 ഗ്ലാസ് നെയ്യ് ചേർക്കണം. നമ്മൾ എടുക്കണ റവയുടെ പാതി വേണം നെയ്യ് ചേർക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ അതാ നമ്മുടെ നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. കൂടുതലോ കുറവോ ചേർത്ത് കൊടുക്കാം. തീ ഒത്തിരി കൂട്ടി വയ്ക്കണ്ട, ഇത് കരിഞ്ഞു പോകരുത്. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ടിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ ഈ ഒരു കളറിൽ വറുത്തെടുത്താൽ മതി, നല്ലൊരു ഗോൾഡൻ കളർ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കുവാണ്. കിസ്മിസ് ചേർക്കുമ്പോഴും തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഞാനിപ്പോൾ കറുത്ത കളറിലുള്ള കിസ്മിസാണ് എടുത്തേക്കണത്. ഏതായാലും കുഴപ്പമില്ല. ഇത് ഉയർത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ നെയ്യിലേക്ക് നമ്മുടെ റവ ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് റവ. ഇപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇനി നമ്മുടെ റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ വാങ്ങിച്ചത് വറുത്ത റവയാണെങ്കിലും ഇങ്ങനെ നെയ്യിൽ വറുത്തെടുക്കണം. അപ്പോൾ തന്നെയാണ് നമ്മുടെ കേസരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകണത്. ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ തണുത്ത വെള്ളം ഒഴിക്കരുത്, നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ 1 ഗ്ലാസ് റവയിൽ എടുത്തത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ, ചൂടുവെള്ളം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കേസരിക്ക് ആവശ്യമായിട്ടുള്ള കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് റെഡ് കളർ ചേർക്കാം, അതും അല്ലെങ്കിൽ യെല്ലോ കളർ ചേർക്കാം. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം അത് ചേർക്കുക. ഞാനിവിടെ യെല്ലോ കളറാണ് ചേർക്കണത്. കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാണാൻ ഒരു ലുക്ക് ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ടേസ്റ്റിനൊന്നും വ്യത്യാസം വരത്തില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 ഗ്ലാസ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസി ഉണ്ടാകും നമ്മുടെ കേസരിക്ക്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇനി നമുക്കൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുക്കാം. റവയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കേസരി നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. പാനിലൊന്നും ഒട്ടാതെ നല്ല സ്മൂത്തായിട്ട് ഇളക്കാൻ പറ്റുന്നുണ്ട്.
ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരമുള്ള എന്തുണ്ടാക്കിയാലും ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു നുള്ള് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. നമ്മുടെ കേസരി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ കാഷ്യൂനട്ടും കിസ്മിസും, അത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേസരി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലെ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കഴിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നമ്മുടെ റവ കേസരി. അപ്പോൾ നമ്മുടെ കേസരി ഞാനൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന റവ കേസരി. നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ. കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. അത്യാവശ്യം നല്ല മധുരമുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പല്ലേ എടുത്തത്. ആദ്യം ഒരു 1.25 കപ്പ് ചേർത്ത് നോക്കുക. എന്നിട്ട് കൂടുതൽ മധുരം വേണമെങ്കിൽ മാത്രം 1/4 കപ്പും കൂടെ ചേർത്താൽ മതി. മനസ്സിലായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.